ഇംഗ്ലീഷ് ലോഞ്ച്. സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് ഏറ്റവും സിമ്പിൾ ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്യാനും കുഡും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ ആദ്യമേ പറഞ്ഞു ഇത് വളരെ സിമ്പിൾ ആണ്, പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഗ്രാമർ പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട രണ്ട് പേരാണ് ഈ ക്യാനും കുഡും എന്ന് പറയുന്നത്. നമുക്ക് തെറ്റാൻ ചാൻസ് ഉള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ് ക്യാനും കുഡും. കുറേ പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്ന ഒരു ഏരിയയും കൂടെയാണ് കേട്ടോ. ക്യാൻ എവിടെയാണ് യൂസ് ചെയ്യുക, കുഡ് എവിടെയാണ് യൂസ് ചെയ്യുന്നത്, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാറുണ്ട് സംസാരിക്കുമ്പോഴാണെങ്കിലും എഴുതുമ്പോഴാണെങ്കിലൊക്കെ അല്ലേ. അത് കറക്റ്റ് അതിന്റെ ഡിഫറൻസ് അറിയാത്തത് കൊണ്ടാണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നത്. സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്യാനിനെയും കുഡിനെയും ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ നമുക്ക് സെഷനിലോട്ട് കിടക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാ വീഡിയോയിലും മിക്ക വീഡിയോസിലും ഞാൻ ഓക്സിലറി വെർബ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലേ. പ്രൈമറി ഓക്സിലറി, മോഡൽ ഓക്സിലറി ഒക്കെ പറഞ്ഞിട്ടുണ്ട്. കാണാത്തവർ ആ വീഡിയോ കണ്ടിട്ട് വരിക കേട്ടോ. സോ ക്യാനും കുഡും എന്ന് പറയുന്നത് നമ്മുടെ മോഡൽ ഓക്സിലറി വെർബ്സ് ആണ്. ഓക്കെ, മോഡൽ ഓക്സിലറി അറിയാലോ, ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന വെർബ്സിനെയാണ് മോഡൽ ഓക്സിലറി വെർബ്സ് എന്ന് പറയുന്നത്. ഓക്സിലറി വെർബ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രൈമറി ഓക്സിലറി, മോഡൽ ഓക്സിലറി. പ്രൈമറി ഓക്സിലറി വരുന്നതാണ് ഈസ്, ആം, ആർ, വാസ്, വെയർ, ബീങ്, ബീൻ, ഡു, ഡസ്, ഡിഡ്, ഹാസ്, ഹാവ്, ഹാഡ്. മോഡൽ ഓക്സിലറീസ് വരുന്നതാണ് മേ, മൈറ്റ്, ക്യാൻ, കുഡ്, വില്ല്, വുഡ്, ഷാൾ, ഷുഡ്, മസ്റ്റ്, യൂസ് ടു, ഔട്ട് ടു, നീഡ് ടു, ഡെയർ ടു, ഔട്ട് ടു അല്ലേ. ഇതെല്ലാം മോഡൽ ഓക്സിലറി ആണ്. ക്യാനും കുഡും നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ക്യാനും കുഡും മോഡൽ ഓക്സിലറി വെർബ്സ് ആണ്. ഓക്കെ, മോഡൽ ഓക്സിലറീസ് ആണ്, മോഡൽസ് ആണ് നമ്മുടെ ക്യാനും കുഡും. ഇനി ക്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു പ്രസന്റ് എബിലിറ്റിയെ കാണിക്കാനാണ് ക്യാൻ യൂസ് ചെയ്യുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കണേ, ക്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രസന്റിലും കുഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് പാസ്റ്റിലുമാണ്. ക്യാനിന്റെ പാസ്റ്റ് ആണ് കുഡ് എന്ന് പറയുന്നത്. ഓക്കെ, ക്യാനിന്റെ പാസ്റ്റ് ആണ് കുഡ്. ക്യാൻ പ്രസന്റിൽ യൂസ് ചെയ്യുന്നു, കുഡ് പാസ്റ്റിൽ യൂസ് ചെയ്യുന്നു. ഇനി ക്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് ഇപ്പോഴുള്ള ഒരു കഴിവിനെ കാണിക്കാനാണ് നമ്മൾ ക്യാൻ യൂസ് ചെയ്യുന്നത്. ഒരു പ്രസന്റ് എബിലിറ്റിയെ കാണിക്കാനാണ് ക്യാൻ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ പറയാണ് ഐ ക്യാൻ റൺ ഫാസ്റ്റ്, എനിക്ക് നന്നായിട്ട് ഓടാൻ കഴിയും. എൻ്റെ ഒരു കഴിവിനെ അല്ലേ പറയുന്നത്, എൻ്റെ ഒരു എബിലിറ്റിയെ കുറിച്ചല്ലേ പറയുന്നത്. ഇപ്പൊ എനിക്കുള്ള ഒരു കഴിവല്ലേ അല്ലെ, പ്രസന്റിൽ എനിക്കുള്ള ഒരു എബിലിറ്റി ഓർ എൻ്റെ കഴിവിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഒരു പ്രസന്റ് എബിലിറ്റിയെ കാണിക്കാൻ അവിടെ ഏത് മോഡൽ ഓക്സിലറി യൂസ് ചെയ്യാന്ന് പറഞ്ഞു, ക്യാൻ യൂസ് ചെയ്യാന്ന് പറഞ്ഞു അല്ലേ. കണ്ടോ ക്യാൻ യൂസ് ചെയ്തത്. അടുത്തത് ഹി ക്യാൻ സ്വിം വെരി വെൽ അല്ലെ, അവന് നന്നായിട്ട് നീന്താൻ കഴിയും. ഹീയുടെ ഒരു കഴിവിനെയാണ് പറയുന്നത്, നന്നായിട്ട് നീന്താൻ കഴിയും അല്ലെ, സ്വിം ചെയ്യാൻ പറയും. ഇപ്പൊ പുള്ളിക്കുള്ള കഴിവിനെ കുറിച്ചല്ലേ പറയുന്നത്, പ്രസന്റിലുള്ള ഒരു എബിലിറ്റി അല്ലേ. എന്താ യൂസ് ചെയ്തേക്കുന്നത് എബിലിറ്റി കാണിക്കാൻ, ക്യാൻ ആണ് യൂസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു ക്യാൻ പ്രസന്റിലാണ് യൂസ് ചെയ്യണമെന്ന് അല്ലേ. അടുത്തത് ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലൂവൻലി അല്ലെ, എനിക്ക് ഇംഗ്ലീഷ് നല്ല ഫ്ലൂവൻ്റ് ആയിട്ട് സംസാരിക്കാൻ കഴിയും. അപ്പൊ ഇവിടെയും എൻ്റെ ഒരു കഴിവ്, എൻ്റെ ഒരു എബിലിറ്റിയെ കുറിച്ചല്ലേ പറയുന്നത്. ഇപ്പോഴും എനിക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള കഴിവുണ്ട്, പ്രസന്റിൽ എനിക്കുള്ള ഒരു എബിലിറ്റി ആണല്ലേ. സോ കണ്ടോ, സബ്ജക്റ്റിന് ശേഷം ഇവിടെ ക്യാൻ വന്നു, കാരണം എബിലിറ്റിയെ കുറിച്ചാണ് പറയുന്നത്, പ്രസന്റ് എബിലിറ്റി. അതുപോലെ ഷീ ക്യാൻ സിംഗ് വെരി വെൽ, അവൾക്ക് നന്നായിട്ട് പാടാൻ കഴിയും. ഇവിടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഷീ ആണ്. ഷീയുടെ പ്രസന്റിലുള്ള ഒരു കഴിവിനെ കുറിച്ചാണ് പറയുന്നത്. അവൾക്ക് നന്നായിട്ട് പാടാൻ കഴിയും അല്ലെ, അവളുടെ ഒരു കഴിവ് എബിലിറ്റിയെ കുറിച്ചല്ലേ പറയുന്നത്. എന്ത് യൂസ് ചെയ്യാം, ക്യാൻ ഇവിടെ യൂസ് ചെയ്യാം. അപ്പൊ പ്രസന്റില് നമുക്കുള്ള ഒരു എബിലിറ്റിയെ കാണിക്കാൻ യൂസ് ചെയ്യുന്ന ഒരാളാണ് ക്യാൻ എന്ന് പറയുന്നത്, പ്രസന്റ് എബിലിറ്റി. അപ്പൊ ക്യാനിന്റെ പാസ്റ്റ് ആണ് കുഡ് എന്ന് ഞാൻ പറഞ്ഞു അല്ലെ. ക്യാൻ ഒരു പ്രസന്റ് എബിലിറ്റി ആണ് കാണിക്കുന്നെങ്കിൽ കുഡ് എന്തിനായിരിക്കും കാണിക്കുക, ഒരു പാസ്റ്റ് എബിലിറ്റിയെ കാണിക്കാനാണ് കുഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് മുൻപുണ്ടായിരുന്ന ഒരു കഴിവ് അല്ലെ, ചെറുതായിരുന്നപ്പോൾ നമ്മൾ നന്നായിട്ട് പാടുമായിരുന്നു, വരയ്ക്കുമായിരുന്നു, പക്ഷെ വളർന്നപ്പോൾ അതൊക്കെ പോയി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. അപ്പൊ നമുക്ക് പണ്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു പാസ്റ്റ് എബിലിറ്റിയെ കാണിക്കാനാണ് കുഡ് യൂസ് ചെയ്യുന്നത്. ക്യാനിന്റെ പാസ്റ്റ് ആണല്ലോ കുഡ്, ക്യാൻ പ്രസന്റ് എബിലിറ്റി ആണെങ്കിൽ കുഡ് പാസ്റ്റ് എബിലിറ്റിയെ കാണിക്കുന്നു. അത്രേ ഉള്ളൂ ഡിഫറൻസ്. ഓക്കെ, ഇവിടെ നോക്കിക്കേ, ഐ കുഡ് റൺ ഫാസ്റ്റർ വെൻ ഐ വാസ് യങ്ങർ അല്ലെ.
ഞാൻ യങ് ആയിരുന്നപ്പോൾ എനിക്ക് നന്നായിട്ട് ഓടാൻ കഴിയുമായിരുന്നു. നമ്മൾ പറയത്തില്ലേ, നമ്മുടെ ഗ്രാൻഡ് പാരൻസ് ഒക്കെ പറയത്തില്ലേ, പണ്ട് ഞാൻ ചെറുപ്പമായിരുന്നപ്പോൾ ഞാൻ നന്നായിട്ട് നിന്നെക്കാളും വേഗത്തിൽ ഓടുമായിരുന്നു അല്ലെ, ആ ഒരു കഴിവുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ആ കഴിവില്ല, വയസ്സായി അല്ലെ. അപ്പൊ ആ ഒരു സെൻസിൽ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ആളെ നോക്കിക്കേ, കുഡാണ്. പാസ്റ്റ് എബിലിറ്റി അല്ലേ, കാരണം ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് വെൻ ഐ വാസ് യങ്ങർ. ഞാൻ ചെറുപ്പമായിരുന്നപ്പോൾ, ഞാൻ യങ് ആയിരുന്നപ്പോൾ എനിക്ക് നന്നായിട്ട് ഓടാൻ കഴിയുമായിരുന്നു. കഴിയും എന്ന് പറയുമ്പോൾ അവിടെ ക്യാൻ യൂസ് ചെയ്യുക, കഴിയുമായിരുന്നു പാസ്റ്റ് ആണെങ്കിൽ കുഡ് യൂസ് ചെയ്താൽ പോരെ, പാസ്റ്റ് എബിലിറ്റി അല്ലേ. സോ സബ്ജക്റ്റിന് ശേഷം കുഡ് യൂസ് ചെയ്തു. അതുപോലെ ഐ കുഡ് പ്ലേ ദ വയലിൻ വെൻ ഐ വാസ് ഇൻ സ്കൂൾ അല്ലെ, സ്കൂളിൽ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ സ്കൂളിലായിരുന്നപ്പോൾ ഞാൻ നന്നായിട്ട് വയലിൻ വായിക്കുമായിരുന്നു അല്ലെ. ഐ കുഡ് പ്ലേ ദ വയലിൻ. കണ്ടോ, ഇവിടെയും കുഡാണ് യൂസ് ചെയ്തേക്കുന്നത്, കാരണം പാസ്റ്റ് എബിലിറ്റി ആണ് കാണിക്കുന്നത്. ഐ കുഡ് പ്ലേ ദ വയലിൻ വെൻ ഐ വാസ് ഇൻ സ്കൂൾ അല്ലെ, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ സ്കൂളിലായിരിക്കുമ്പോൾ ഞാൻ നന്നായിട്ട് വയലിൻ അല്ലെങ്കിൽ ഗിറ്റാർ ഒക്കെ വായിക്കുമായിരുന്നു അല്ലെങ്കിൽ ചെയ്യുമായിരുന്നു അല്ലെ. എന്റെ പണ്ടത്തെ കഴിവാണ്, കുഡാണ്. സ്കൂളിൽ പഠിക്കുമ്പോൾ ഉള്ള കാര്യമാണ് പറയുന്നത് അല്ലെ. സോ കുഡ് യൂസ് ചെയ്തു. അതുപോലെ ഷീ കുഡ് സ്പീക്ക് ഇംഗ്ലീഷ് മെനി ഇയേഴ്സ് ബാക്ക്. കൃത്യമായിട്ട് പറയുന്നുണ്ട് മെനി ഇയേഴ്സ് ബാക്ക്, ഒരുപാട് വർഷങ്ങൾക്ക് മുൻപേ എന്ന് പറയുന്നുണ്ട് അല്ലെ. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ അവൾക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുമായിരുന്നു. പണ്ടത്തെ കാര്യമാണ് പറയുന്നത്, പണ്ട് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. എന്ത് യൂസ് ചെയ്താൽ മതി, സബ്ജക്റ്റിന് ശേഷം കുഡ് യൂസ് ചെയ്താൽ മതി. കാരണം ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് മെനി ഇയേഴ്സ് ബാക്ക് അല്ലെ, എന്ന് വെച്ചാൽ കുറച്ച് നാൾ മുൻപ് അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ അവൾക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുമായിരുന്നു. അവളുടെ ഒരു എബിലിറ്റി ആണ് പറയുന്നത്, പാസ്റ്റ് എബിലിറ്റി. അപ്പൊ സബ്ജക്റ്റിന് ശേഷം ഏത് മോഡലാണ് യൂസ് ചെയ്യേണ്ടത്, കുഡ് യൂസ് ചെയ്താൽ പോരെ. അപ്പൊ ആദ്യത്തെ യൂസ് നിങ്ങൾ മനസ്സിലാക്കുക, ക്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രസന്റ് എബിലിറ്റി കാണിക്കാനാണ്. നമ്മുടെ പ്രസന്റിൽ നമുക്കുള്ള ഒരു കഴിവ് കാണിക്കാനാണ് ക്യാൻ യൂസ് ചെയ്യുന്നത്. നമുക്ക് പണ്ടുണ്ടായിരുന്ന ഒരു കഴിവ്, പാസ്റ്റ് എബിലിറ്റിയെ കാണിക്കാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, കുഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കുഡും ക്യാനും എബിലിറ്റിയെ മാത്രമല്ല, ഒരു പെർമിഷൻ, സജഷൻ, ഓഫർ ഇതെല്ലാം കാണിക്കാനും നമുക്ക് ഈ ക്യാനും കുഡും യൂസ് ചെയ്യാം. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. സോ നമ്മൾ പറഞ്ഞു ഒരു പ്രസന്റ് എബിലിറ്റിയെ കാണിക്കാൻ ക്യാൻ യൂസ് ചെയ്യാന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അതുപോലെ പാസ്റ്റ് എബിലിറ്റിയെ കാണിക്കാൻ കുഡും യൂസ് ചെയ്യാന്ന് പറഞ്ഞു. ഇനി രണ്ടാമത്തെ യൂസ് നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു സാധ്യത, ഒരു പ്രോബബിലിറ്റിയെ കാണിക്കാൻ ക്യാനും യൂസ് ചെയ്യാം, കുഡും യൂസ് ചെയ്യാം. ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ സാധ്യത കൂടുതലുള്ള കാര്യങ്ങളെ കാണിക്കാൻ ക്യാൻ ആണ് യൂസ് ചെയ്യുന്നത്. സ്ട്രോങ് പ്രോബബിലിറ്റി, സാധ്യത കൂടുതലാണെങ്കിൽ ക്യാൻ അവിടെ യൂസ് ചെയ്യുക. പക്ഷേ സാധ്യത കുറവാണ്, നമുക്ക് ആ ഒരു കാര്യത്തിൽ സംശയമുണ്ട് എങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട മോഡൽ ഓക്സിലറി ആണ് കുഡ് എന്ന് പറയുന്നത്. ഓക്കെ, ശ്രദ്ധിച്ചോണേ. അപ്പൊ ആദ്യത്തെ യൂസ് എബിലിറ്റി കാണിക്കാൻ ക്യാനും കുഡും യൂസ് ചെയ്യാം. പ്രസന്റ് എബിലിറ്റി, ഇപ്പൊ നമുക്കുള്ള ഒരു കഴിവിനെ കാണിക്കാൻ ക്യാനും പണ്ടുണ്ടായിരുന്ന ഒരു കഴിവിനെ കാണിക്കാൻ കുഡും യൂസ് ചെയ്യാം. രണ്ടാമത്തെ യൂസ് സാധ്യത കാണിക്കാൻ ക്യാനും കുഡും യൂസ് ചെയ്യാം. അതായത് സാധ്യത കൂടുതലുള്ള കാര്യമാണെങ്കിൽ അവിടെ ക്യാൻ യൂസ് ചെയ്യുക. സാധ്യത കുറവാണ്, ആ ഒരു കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട് എങ്കിൽ കുഡ് അവിടെ യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. നോക്കിക്കേ, a bee sting can cause pain and discomfort അല്ലെ. നമ്മൾ കടന്തലൊക്കെ കുത്തുമ്പോൾ നമുക്കറിയാം അല്ലെ, അവിടെ പെയിൻ ഉണ്ടാവാറുണ്ട്, ഡിസ്കംഫേർട്ട് ഉണ്ടാവാറുണ്ട് അല്ലെ. സാധ്യത കൂടുതലാണ്, കടന്തൽ അല്ലെങ്കിൽ ബീ സ്റ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ പെയിനും ഡിസ്കംഫേർട്ടും ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് അല്ലെ. പോസിബിലിറ്റി കൂടുതലല്ലേ, പ്രോബബിലിറ്റി കൂടുതലല്ലേ. അപ്പൊ അവിടെ എന്ത് യൂസ് ചെയ്യാം, ക്യാൻ യൂസ് ചെയ്താൽ മതി അല്ലേ. A bee sting can cause pain and discomfort, സാധ്യത കൂടുതലാണ്. അടുത്തത്, you can easily score good marks if you work hard അല്ലെ. നമ്മൾ പറയാറില്ലേ, നീ കുറച്ചൊന്ന് പരിശ്രമിച്ചാൽ നിനക്ക് നല്ല മാർക്ക് കിട്ടാൻ സാധ്യതയുണ്ട് അല്ലെ. കുറച്ചും കൂടെ വർക്ക് ചെയ്താൽ മതി. കണ്ടോ, ഇഫ് യു വർക്ക് ഹാർഡ് വർക്കും കൂടെ ഉണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സാധ്യത കൂടുതലാണ് അല്ലെ, സ്ട്രോങ് പ്രോബബിലിറ്റി അല്ലേ. കുറച്ചും കൂടി നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നല്ല മാർക്ക് കിട്ടും. അപ്പൊ ഇവിടെ സ്ട്രോങ് പ്രോബബിലിറ്റി കാണിക്കുന്നതുകൊണ്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ക്യാൻ യൂസ് ചെയ്യാം അല്ലേ. അടുത്ത നോക്കിക്കേ, യു ക്യാൻ ക്യാച്ച് എ കോൾഡ് ഇഫ് യു ഗോ ഔട്ട് ഇൻ ദ റെയിൻ അല്ലെ. മഴ നനയാണെങ്കിൽ നമ്മൾ പറയത്തില്ലേ, നീ മഴ നനയാണെങ്കിൽ
നിനക്ക് ജലദോഷം പിടിക്കാൻ നല്ല സാധ്യതയുണ്ട്, പനി വരാനും ജലദോഷം വരാനും സാധ്യതയുണ്ട് അല്ലെ, പറയത്തില്ലേ? അപ്പൊ സാധ്യത കൂടുതലുള്ള ഒരു കാര്യമല്ലേ ഇവിടെ പറയുന്നത്. മഴ നനയാണെങ്കിൽ കോൾഡും ഫീവറും വരാൻ ചാൻസ് കൂടുതലാണ്, സാധ്യത കൂടുതലാണ്. ഒരു സ്ട്രോങ് പ്രോബബിലിറ്റി അല്ലേ കാണിക്കുന്നത്. എന്ത് യൂസ് ചെയ്യാം? ക്യാൻ യൂസ് ചെയ്യാം. അപ്പൊ ഇവിടുത്തെ 3 എക്സാമ്പിൾ എടുത്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അല്ലെ, ഒരു സ്ട്രോങ് പ്രോബബിലിറ്റി, സാധ്യത കൂടുതലുള്ള ഒരു കാര്യത്തെയാണ് കാണിക്കുന്നത്. അപ്പൊ ഒരു സ്ട്രോങ് പ്രോബബിലിറ്റി, സാധ്യത കൂടുതലാണെങ്കിൽ അവിടെ ക്യാൻ യൂസ് ചെയ്യാം. പക്ഷേ സാധ്യത കുറവുള്ള ഒരു കാര്യമാണ്, നമുക്ക് ആ കാര്യത്തിൽ ഒരു സംശയമുണ്ടെങ്കിൽ അവിടെ നമുക്ക് കുഡ് യൂസ് ചെയ്യാം. നമുക്ക് 2-3 എക്സാമ്പിൾസ് കണ്ടു നോക്കാം. സോ ഇവിടെ നോക്കിക്കേ, I could buy a new car by the end of the year if I save up enough money. ഇവിടെ പറയുന്നത് എന്താണ്? ഈ വർഷം അവസാനം എനിക്കൊരു കാർ മേടിക്കാം. എപ്പോ? എനിക്ക് ആവശ്യമുള്ള പൈസ സേവ് ചെയ്യാമെങ്കിൽ ഈ വർഷം അവസാനം എനിക്കൊരു കാർ മേടിക്കാം. അത് സാധ്യത കുറവല്ലേ കാണിക്കുന്നത്, ലോവർ പ്രോബബിലിറ്റി അല്ലേ കാണിക്കുന്നത് അല്ലെ. പൈസ സേവ് ചെയ്താൽ മാത്രമേ എനിക്ക് കാർ വാങ്ങാൻ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ എനിക്കൊരു കാർ മേടിക്കാൻ പറ്റത്തില്ല അല്ലെ. കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇഫ് ഐ സേവ് അപ്പ് ഇനഫ് മണി അല്ലെ. ഞാൻ പൈസ സേവ് ചെയ്താൽ മാത്രമേ ഈ വർഷം അവസാനം എനിക്കൊരു കാർ മേടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ സാധ്യത കുറവുള്ള ഒരു കാര്യത്തെ കാണിക്കുന്നത് കൊണ്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? കുഡ് നമുക്ക് യൂസ് ചെയ്യാം. മനസ്സിലായോ? അപ്പൊ സാധ്യത കൂടുതലുള്ള ഒരു കാര്യത്തെ, സ്ട്രോങ് പ്രോബബിലിറ്റി കാണിക്കാൻ ക്യാനും, സാധ്യത കുറവുള്ള ഒരു കാര്യത്തെ കാണിക്കാൻ കുഡും യൂസ് ചെയ്യാം. ഓക്കെ, ഇനി ക്യാനിന്റെ 3ാമത്തെ യൂസ് ആണ് പെർമിഷൻ. ഒരു പെർമിഷൻ ചോദിക്കാനും ക്യാനും കുഡും രണ്ടും നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ പറയത്തില്ലേ, ക്യാൻ ഐ ബോറോ യുവർ പെൻ പ്ലീസ്? നിന്റെ പേര് ഞാനൊന്ന് ബോറോ ചെയ്തോട്ടെ, ക്യാൻ ഐ ബോറോ യുവർ പെൻ പ്ലീസ് അല്ലേ. ഒരു റിക്വസ്റ്റ്, അത് ഒരു പെർമിഷൻ ആണ്, ഒരു പൊളൈറ്റ് ആയിട്ടാണ് നമ്മൾ ചോദിക്കുന്നത് പെർമിഷൻ അല്ലേ. എന്ത് യൂസ് ചെയ്താൽ മതി? ക്യാൻ യൂസ് ചെയ്താൽ മതി. ക്യാൻ ഐ ആസ്ക് എ ക്വസ്റ്റ്യൻ? ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, ഒരു പെർമിഷൻ അല്ലേ ചോദിക്കുന്നത്, എന്ത് യൂസ് ചെയ്താൽ മതി? ക്യാൻ നമുക്ക് യൂസ് ചെയ്താൽ മതി അല്ലേ. അടുത്തത്, ക്യാൻ ഐ ഗോ ടു റെസ്റ്റ് റൂം പ്ലീസ്? ഞാൻ റെസ്റ്റ് റൂം വരെ ഒന്ന് പോയിക്കോട്ടെ, പെർമിഷൻ ആണ്, ഒരു അനുവാദം ചോദിക്കുകയാണല്ലേ. അപ്പൊ ഇവിടെയും എന്ത് യൂസ് ചെയ്താൽ മതി? ക്യാൻ യൂസ് ചെയ്താൽ മതി. കുഡും നമുക്ക് യൂസ് ചെയ്യാം, ക്യാനും യൂസ് ചെയ്യാം. രണ്ടും പെർമിഷൻ കാണിക്കാൻ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ക്യാനും കുഡും ബോത്ത് നമുക്ക് പെർമിഷൻ ചോദിക്കാൻ യൂസ് ചെയ്യാം. സോ ക്യാൻ ഐ ആസ്ക് എ ക്വസ്റ്റ്യൻ? ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. ക്യാൻ ഐ ഗോ ടു റെസ്റ്റ് റൂം പ്ലീസ്? ഞാൻ റെസ്റ്റ് റൂം പോയിക്കോട്ടെ. ക്യാൻ ഐ ബോറോ യുവർ പെൻ പ്ലീസ്? ഞാൻ നിന്റെ പേന ഒന്ന് എടുത്തോട്ടെ. സോ ഇവിടെ എല്ലാം ഒരു അനുവാദം, പെർമിഷൻ ആണ് ചോദിക്കുന്നത്. സോ ക്യാൻ നമുക്കൊരു പെർമിഷൻ ചോദിക്കാനും യൂസ് ചെയ്യാം. അപ്പൊ ഒരു പ്രസന്റ് എബിലിറ്റി കാണിക്കാൻ യൂസ് ചെയ്യാം ക്യാന്, പാസ്റ്റ് എബിലിറ്റി ആണെങ്കിൽ കുഡ് യൂസ് ചെയ്യാം. 2, ഒരു സാധ്യത കൂടുതലുള്ള ഒരു കാര്യം, സ്ട്രോങ് പ്രോബബിലിറ്റിയെ കാണിക്കാൻ ക്യാൻ യൂസ് ചെയ്യാം. സാധ്യത കുറവുള്ള ലോവർ പ്രോബബിലിറ്റിയെ കാണിക്കാൻ കുഡ് യൂസ് ചെയ്യാം. 3ാമത്തത്, ഒരു പെർമിഷൻ ചോദിക്കാനും ക്യാനും കുഡും നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ കുഡ് യൂസ് ചെയ്ത് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് കാണാം. അതുപോലെ തന്നെ ഒരു സജഷൻ കാണിക്കാനും നമുക്ക് കുഡൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ കാണിച്ചു തരാം. സോ ഞാൻ പറഞ്ഞു ഒരു പെർമിഷൻ കാണിക്കാൻ ക്യാൻ യൂസ് ചെയ്യാന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഒരു പെർമിഷൻ കാണിക്കാൻ നമുക്ക് കുഡും യൂസ് ചെയ്യാം. കണ്ടോ, കുഡ് വി ലീവ് നൗ? ഞങ്ങൾ പൊക്കോട്ടെ, കുഡ് വി ലീവ് നൗ ഒരു പെർമിഷൻ അല്ലേ. പക്ഷേ കുറച്ചും കൂടി പൊളൈറ്റ് ആയിട്ട്, മോർ ഫോർമൽ ആയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? കുഡ് യൂസ് ചെയ്യുന്നത്. ഫോർമൽ സിറ്റുവേഷൻസിൽ കുറച്ചും കൂടി ഫോർമൽ ആയിട്ടും പൊളൈറ്റ് ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് കുഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഫോർമൽ ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് ക്യാനും യൂസ് ചെയ്യാം, പക്ഷെ ക്യാൻ ഇൻഫോർമൽ ആയിട്ടായിരിക്കും യൂസ് ചെയ്യുക. കുഡ് കുറച്ചും കൂടി ഫോർമൽ ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, കുഡ് വി ലീവ് നൗ? ഞങ്ങൾ പൊയ്ക്കോട്ടെ, പെർമിഷൻ ആണ്, കുറച്ചും കൂടി ഫോർമൽ ആണ് അല്ലേ. കുഡ് ഐ ആസ്ക് എ ക്വസ്റ്റ്യൻ പ്ലീസ്? ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ അല്ലേ. ഇവിടെയും പെർമിഷൻ അല്ലേ ചോദിക്കുന്നത്, നമുക്ക് എന്ത് യൂസ് ചെയ്യാം? കുഡ് യൂസ് ചെയ്യാം. അപ്പൊ ഒരു പെർമിഷൻ കാണിക്കാൻ ക്യാനും കുഡും ബോത്ത് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത യൂസ് ആണ് റിക്വസ്റ്റ്. ഒരു റിക്വസ്റ്റ് കാണിക്കാനും നമുക്ക് ക്യാനും കുഡും യൂസ് ചെയ്യാം. നമ്മൾ പറയത്തില്ലേ, ക്യാൻ യു ഡു മീ എ ഫേവർ? എനിക്കൊരു സഹായം ചെയ്യാമോ? ഒരു റിക്വസ്റ്റ് അല്ലേ ഒരാളുടെ അടുത്ത്, ക്യാൻ യു ഡു മീ എ ഫേവർ അല്ലേ. അപ്പൊ ഒരു സഹായം ചോദിക്കുകയാണ്, റിക്വസ്റ്റ് ആണ്, ക്യാൻ അവിടെ യൂസ് ചെയ്തു. ക്യാൻ ഐ സ്പീക്ക് ടു മിസ്റ്റർ രാഹുൽ അല്ലെ, ഞാൻ രാഹുലിനോടൊന്ന് സംസാരിച്ചോട്ടെ. റിക്വസ്റ്റ്, ക്യാൻ ഐ പ്ലീസ് സ്പീക്ക് ടു രാഹുൽ അല്ലെങ്കിൽ ക്യാൻ ഐ സ്പീക്ക് ടു രാഹുൽ. ഒരു പെർമിഷൻ, പൊളൈറ്റ് പെർമിഷൻ, റിക്വസ്റ്റ് അല്ലെ.
ഇവിടെയും എന്ത് യൂസ് ചെയ്യാം? ക്യാൻ നമുക്ക് യൂസ് ചെയ്യാം. ക്യാൻ യു പാസ് മീ ദ സോൾട്ട് പ്ലീസ്? എനിക്ക് ആ സോൾട്ട് ഒന്ന് പാസ് ചെയ്യാമോ അല്ലെ? ക്യാൻ യു പാസ് മീ ദി സോൾട്ട് അല്ലെ? റിക്വസ്റ്റ് അല്ലേ? ഇവിടെയും നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? ക്യാൻ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഒരു റിക്വസ്റ്റ് കാണിക്കാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ക്യാൻ നമുക്ക് യൂസ് ചെയ്യാം. സെയിം നമുക്ക് കുഡും യൂസ് ചെയ്യാം കേട്ടോ. ഒരു റിക്വസ്റ്റ് കാണിക്കാൻ ക്യാനും യൂസ് ചെയ്യാം, കുഡും യൂസ് ചെയ്യാം. കുഡ് യു പാസ് മീ ദി സോൾട്ട് പ്ലീസ്? പറയാം, കറക്റ്റ് തന്നെയാണ്. കുഡ് യു പാസ് മീ ദി സോൾട്ട് പ്ലീസ്? കുഡ് ഐ സ്പീക്ക് ടു രാഹുൽ അല്ലെ? രണ്ടും കറക്റ്റ് തന്നെയാണ്. ക്യാനും കുഡും രണ്ടും നമുക്ക് റിക്വസ്റ്റിനെ കാണിക്കാൻ വേണമെങ്കിൽ ഞാൻ എഴുതി കാണിച്ചു തരാം. കുഡ് ഐ സ്പീക്ക് ടു രാഹുൽ അല്ലെ? കുഡ് ഐ സ്പീക്ക് ടു രാഹുൽ? അതുപോലെ തന്നെ കുഡ് യു പ്ലീസ് പാസ് മീ ദി സോൾട്ട് അല്ലെ? കുഡ് യു പ്ലീസ് പാസ് മീ ദി സോൾട്ട്? കുറച്ചും കൂടി മോർ പൊളൈറ്റ് ആയിട്ട് പറയാൻ കുഡ് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. കുറച്ചും കൂടി മോർ പൊളൈറ്റ് ആയിട്ടൊക്കെ പറയാൻ കുഡ് യൂസ് ചെയ്യാം. അപ്പൊ ഒരു റിക്വസ്റ്റിനെ കാണിക്കാനും കുഡും ക്യാനും നമുക്ക് യൂസ് ചെയ്യാം. ഇനി അതുപോലെ തന്നെ ഒരാളുടെ അടുത്ത് ഒരു കാര്യം ഓഫർ ചെയ്യാൻ വേണ്ടിയിട്ടും സജഷൻ കാണിക്കാൻ വേണ്ടിയിട്ടും ക്യാനും കുഡും നമുക്ക് യൂസ് ചെയ്യാം. ഒരാളുടെ അടുത്ത് ഓഫർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ? ക്യാൻ ഐ ടേക്ക് സംതിങ് ടു ഈറ്റ് അല്ലെ? ക്യാൻ ഐ ടേക്ക് സംതിങ് ടു ഡ്രിങ്ക് അല്ലെ? ഞാൻ എന്തെങ്കിലും കുടിക്കാൻ എടുത്തോട്ടെ, അല്ലെങ്കിൽ ഇത് ചെയ്തോട്ടെ എന്നൊക്കെ നമ്മൾ ചോദിക്കില്ലേ? ഒരാളുടെ അടുത്ത് സജഷൻ പറയാൻ ചോദിക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു കാര്യം ഓഫർ ചെയ്യാനായിട്ടും ക്യാനും കുഡും യൂസ് ചെയ്യാം. അപ്പൊ അതിന്റെ എക്സാമ്പിൾസും കൂടി ഞാൻ കാണിച്ചു തരാം. സോ നമ്മൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഒരു സജഷൻ കാണിക്കാനും കുഡ് യൂസ് ചെയ്യാന്ന് ഞാൻ പറഞ്ഞു അല്ലെ? We could try that new Italian restaurant tonight അല്ലെ? ആ ഒരു ഇറ്റാലിയൻ റെസ്റ്റോറന്റ് നമുക്ക് ഇന്ന് ട്രൈ ചെയ്താലോ? ഒരാളുടെ അടുത്ത് ഒരു അഭിപ്രായം ചോദിക്കുകയാണല്ലേ, സജഷൻ ചോദിക്കുകയാണ്. അപ്പൊ ഇവിടെയും നമുക്ക് എന്ത് യൂസ് ചെയ്യാം? കുഡ് നമുക്ക് യൂസ് ചെയ്യാം. അഭിപ്രായം ചോദിക്കുകയാണ്. We could try that new Italian restaurant tonight അല്ലെ? നമുക്ക് ഇന്ന് രാത്രി പുതിയൊരു ഇറ്റാലിയൻ റെസ്റ്റോറന്റ് ട്രൈ ചെയ്താലോ? ഒരു അഭിപ്രായം, സജഷൻ ചോദിക്കുന്നത് കൊണ്ട് കുഡ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഒരാൾക്ക് ഒരു കാര്യം ഓഫർ ചെയ്യാൻ വേണ്ടിയിട്ടും ക്യാനും കുഡും നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പൊ പറയാണ്, ക്യാൻ ഐ ഗെറ്റ് യു സംതിങ് ടു ഈറ്റ്? നിനക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ഒരാളുടെ അടുത്ത് ഒരു കാര്യം വേണോ? ഓഫർ ചെയ്യാണ് അല്ലെ? കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ഓഫറിംഗ് ആണല്ലേ? എന്ത് യൂസ് ചെയ്യാം? ക്യാൻ യൂസ് ചെയ്യാം. ക്യാൻ ഐ ഹെൽപ്പ് യു വിത്ത് ദാറ്റ് അല്ലെ? ഞാൻ നിന്നെ സഹായിക്കട്ടെ? ഒരു കാര്യം ഓഫർ ചെയ്യാണ്, ഞാൻ നിന്നെ സഹായിക്കണോ? ക്യാൻ ഐ ഹെൽപ്പ് യു വിത്ത് ദാറ്റ് അല്ലെ? ഓഫർ അല്ലേ? എന്ത് യൂസ് ചെയ്യാം? ക്യാനും യൂസ് ചെയ്യാം. പക്ഷെ കുഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് കുറച്ചും കൂടി ഫോർമൽ ആയിട്ടുള്ള ഒരു കാര്യത്തിനാണ് കുഡ് യൂസ് ചെയ്യുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിക്കണേ. ഒരു സജഷൻ ആണെങ്കിലും എന്താണെങ്കിലും പെർമിഷൻ ആണെങ്കിലും ഒക്കെ കുറച്ചും കൂടി പൊളൈറ്റ് ആയിട്ടും ഫോർമൽ ആയിട്ടും പറയാനാണ് കുഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഐ കുഡ് ലെൻഡ് യു സം മണി അല്ലെ? ഞാൻ നിനക്ക് കുറച്ച് പൈസ തരാം. ഐ കുഡ് ലെൻഡ് യു സം മണി അല്ലെ? ഇവിടെയും ഒരു കാര്യം ഓഫർ ചെയ്യാണ്. എന്ത് യൂസ് ചെയ്യാം? കുഡ് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ കുഡ് ഐ ഗെറ്റ് യു സംതിങ് ടു ഡ്രിങ്ക് സർ? സേറിന് കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ഫോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണല്ലേ, ഓഫർ ആണ്. എന്ത് യൂസ് ചെയ്യാം? കുഡ് നമുക്ക് യൂസ് ചെയ്യാം. കുഡ് ഐ ഗെറ്റ് യു സംതിങ് ടു ഡ്രിങ്ക് സർ? ഓക്കെ, അപ്പോൾ ഒരു ഓഫർ കാണിക്കാനും നമുക്ക് എന്ത് യൂസ് ചെയ്യാം? കുഡ് നമുക്ക് യൂസ് ചെയ്യാം. ഒരു സജഷൻ കാണിക്കാൻ എന്ത് യൂസ് ചെയ്യാം? കുഡ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് ക്യാനിനെയും കുഡിനെയും കുറിച്ചാണ്. ഇത്രയേ ഉള്ളൂ. ക്യാനും കുഡും ഒരു എബിലിറ്റിയെ കാണിക്കാൻ നമ്മൾ യൂസ് ചെയ്യും. ക്യാൻ ഒരു പ്രസന്റ് എബിലിറ്റിയെ കാണിക്കുന്നു, കുഡ് ഒരു പാസ്റ്റ് എബിലിറ്റിയെ കാണിക്കുന്നു. അതുപോലെ തന്നെ ഒരു ഓഫർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു കാര്യം ഓഫർ ചെയ്യാനും ക്യാനും കുഡും രണ്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ? കുറച്ചും കൂടി ഫോർമൽ ആയിട്ടുള്ള ഇതാണെങ്കിൽ കുഡ് യൂസ് ചെയ്യാം. ക്യാനും ഒരാൾക്ക് ഒരു കാര്യം വേണോ ഓഫർ കാണിക്കാൻ ക്യാൻ യൂസ് ചെയ്യും. ഒരു സജഷൻ കാണിക്കാൻ നമ്മൾ കുഡ് യൂസ് ചെയ്യാറുണ്ട്. സാധ്യത കാണിക്കാനും ക്യാനും കുഡും യൂസ് ചെയ്യാറുണ്ട്. സാധ്യത കൂടുതലാണെങ്കിൽ അവിടെ ക്യാൻ യൂസ് ചെയ്യുക. സാധ്യത കുറവുള്ള ഒരു കാര്യമാണെങ്കിൽ കുഡ് അവിടെ യൂസ് ചെയ്യുക. ഒരു പെർമിഷൻ കാണിക്കാനും റിക്വസ്റ്റ് കാണിക്കാനും നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്? ക്യാനും കുഡും യൂസ് ചെയ്യാറുണ്ട്. കുറച്ചും കൂടെ പൊളൈറ്റ് ആയിട്ട് ഒരു റിക്വസ്റ്റ് കാണിക്കാനും ഫോർമൽ ആയിട്ടുള്ള ഒരു പെർമിഷൻ അല്ലെങ്കിൽ ഓഫർ ഒക്കെ കാണിക്കാൻ കുഡ് ആയിരിക്കും യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് വളരെ സിമ്പിൾ ആയിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു സെഷനായിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് മീ രേഷ്മ സൈനിങ് ഓഫ്. താങ്ക് യു.